ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഓക്കെ, മൈ ലാസ്റ്റ് ഡച്ചസ് ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്ന പോയം. ഈ പോയം എന്ന് പറയുന്നത് ഒരു ഡ്രമാറ്റിക് മൊണോലോഗ് കാറ്റഗറിയിൽ വരുന്ന പോയമാണ്. വാട്ട് ഈസ് ഡ്രമാറ്റിക് മൊണോലോഗ്? മൊണോലോഗ് ഡയലോഗ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് സംസാരിക്കുന്നതാണ്. കോൺവെർസേഷനാണ് ഡയലോഗ്. മൊണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുകയാണ്. ഓഫ് കോഴ്സ് അവിടെ വേറൊരാളുണ്ട്, പക്ഷേ ഈ പോയത്തിൽ മൊത്തം സംസാരിക്കുന്നത് ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് ഇതിനെ മോണോലോഗ് എന്ന് വിളിക്കാം. പോരാത്തിന് ഇത് ഡ്രമാറ്റിക്കാണ്. വളരെ ഡ്രാമ പോലെ തോന്നും നമുക്ക് സംസാരിക്കും. വളരെ നോർമലായിട്ടല്ല സംസാരിക്കുന്നത്. ഇറ്റ്സ് വെരി ഡ്രമാറ്റിക്. സോ ഡ്രമാറ്റിക് മോണോലോഗ് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇതൊരു മെയിൽ നറേറ്ററാണ് പറയുന്നത്. ഒരു മെയിലാണ് സംസാരിക്കുന്നത്. ഒരു കിങ് ആണ് സംസാരിക്കുന്നത്. അതും കൂടി പറയട്ടെ. ഒരു ഡ്യൂക്കാണ്. ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെയാണ്. ഒരു ചെറിയ പ്രദേശത്തിൻ്റെ രാജാവിനെ ഡ്യൂക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഒരു മെയിൽ ഡ്യൂക്കാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ പോയം എപ്പോഴാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാം. റോബർട്ട് ബ്രൗണിങ് ഈ പോയം എഴുതിയിട്ടുള്ളത് 1842 1842 ഈ പോയം എഴുതുന്നത്. ഈ പോയം ഡ്യൂക്ക് ഓഫ് ഫെറാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഡ്യൂക്ക്, ഒരു രാജാവാണ് സംസാരിക്കുന്നത്. ആ രാജാവിനെ നമുക്ക് അൽഫോൻസോ സെക്കൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം അൽഫോൻസോ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവുമായിട്ട് വളരെ ബന്ധം ഈ ക്യാരക്ടറിനുണ്ട്. മാത്രമല്ല ഈ പോയത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൽ പോയം എന്ന് പറയുന്നത് ഈ രാജാവ് ഡ്യൂക്ക് ഓഫ് ഫെറാറ ഒരു സെക്കൻഡ് മാരേജ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് മാരേജ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ മരിക്കുകയുണ്ടായി. ആ മരിച്ച ഭാര്യയ്ക്ക് ശേഷം പുതിയൊരു വിവാഹം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലെ ഒരു ബ്രോക്കറായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാജാവിൻ്റെ അടുത്ത ആളായിട്ടോ ഉള്ള ആൾ ഈ രാജാവിൻ്റെ അടുത്ത് വരികയാണ്. ഡ്യൂക്ക് ഓഫ് ഫെറാറേൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഡ്യൂക്ക് ഓഫ് ഫെറാറ തൻ്റെ കൊട്ടാരവും അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കലാണ്. ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കില്ലേ, അതേപോലെ ഇവിടെയും നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ മരിച്ച വൈഫിനെ ആ പാലസിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. തൻ്റെ ലാസ്റ്റ് ഡച്ചസ്, ഡ്യൂക്കിൻ്റെ ഭാര്യ ഡച്ചസ്. ആ ഡച്ചസിൻ്റെ ഫോട്ടോ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് വിത്ത് എ കേർട്ടൈൻ കൊണ്ട് അത് മറച്ചിട്ടുമുണ്ട്. ഈ ഭാര്യ എന്ന് പറയുന്നത് വളരെ സുന്ദരിയാണ്. ഈ ഭാര്യനെ കുറിച്ചാണ് ഈ പോയത്തിൽ മൊത്തം പറയുന്നത്. ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്തായിരുന്നു അവൾ, എങ്ങനെയായിരുന്നു അവളെ കാണാൻ. അപ്പോൾ ഈ പോയത്തിൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ഒരു തീം ഉണ്ടാവുമല്ലോ. ഈ പോയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിൽ ആ ഒരു സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ, അവിടുത്തെ പുരുഷന്മാരുടെ സ്വഭാവം, അതുപോലെ അവിടുത്തെ കൾച്ചർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് അന്നത്തെ കാലത്ത് അവിടെ സ്ത്രീകൾക്ക് വലിയ ബഹുമാനമോ ആദരവോ ഒന്നും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ രാജാവിൻ്റെ ഭാര്യയാണെങ്കിലും പെണ്ണാണ് എന്നുള്ളൊരു രീതിയിലായിരുന്നു അവിടുത്തെ രീതികളൊക്കെ ഉണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് ഈ പോയത്തിലും കാണാൻ പറ്റും. ഇതൊരു 1850 1850s കാലാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രീതി, അന്നത്തെ കാലത്ത് നിന്നിരുന്ന ആചാരങ്ങളും കൾച്ചറും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. സോ സിറ്റുവേഷൻ, ഇങ്ങനൊരു പോയത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൗണ്ട് എന്ന് പറയുന്നത് വേറൊരു രാജാവിൻ്റെ പേരായിരിക്കും. അദ്ദേഹത്തിൻ്റെ മകളെയാണ് ആര് കല്യാണം കഴിക്കുന്നത്? ഡ്യൂക്ക് ഓഫ് ഫെറാറ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനോട് കോർട്ടിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ രാജാവ് എങ്ങനെയാണ്, ഈ രാജാവിൻ്റെ പത്രാസമൊക്കെ കാണിക്കണ്ടേ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോട്ടോ കാണിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. സോ പോയത്തിൻ്റെ പേര് മൈ ലാസ്റ്റ് ഡച്ചസ്, ദ ലാസ്റ്റ് ഡച്ചസ് എന്നാണ് പോയത്തിൻ്റെ പേര്. ഇതിൽ വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തെ വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ ആ രാജാവിൻ്റെ ആ പൊസസീവ്നെസ്, ആ ഡ്യൂക്കിൻ്റെ സ്വഭാവം ഒക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ആ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുരുഷന്മാരുടെ ഒക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് ഈ ഡ്യൂക്കിനെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ പോയം ഒന്ന് വായിക്കാം. ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡച്ചസ് പെയിൻറ്റഡ് ഓൺ ദ വാൾ, looking as if she were alive. I call that piece of wonder now. For up and all hands worked busily a day, and there she stands. Will it please you sit and look at her? I said, friend up and all by design. For never read strangers like you that pictured countenance.
the depth and passion of its earnest glance. But to myself they turned, since none puts by the curtain I have drawn for you, but I. And I seemed as they would ask me, if they durst, how such a glance came there. So, not the first are you that you turn and ask thus, Sir, it was not her husband's present only. Call that spot of joy into the Duchess' cheeks. Perhaps Frappendolf chances to say her mantle laps over a lady's wrist too much, or paint must never hope to produce faint half flush that dies along her throat. Such stuff was courtesy, she thought, and cause enough for calling up to spot of joy. She had heard, how shall I say, too soon made glad. Too easily impressed, she liked whatever she looked on, and her looks went everywhere. So it was all one, my favor at her breast, the dropping of daylight in the west, bow of cherries some officious fool broke in the orchard for her, the white mule that she rode with round the terrace. All and each would draw from her like approving the speech, or blush at least. She thanked men, good, but thanked somehow I know not to how, as if she ranked my gift of a 900 years old name with anybody's gift. Who would stoop to blame this sort of trifling, even had you skill in speech, which I have not, to make your will quite clear to such an one, and say just this or that in your disgust me. Here you miss or the exceed the mark, and if she let herself lessened so, nor plainly set her wrist in you, which knew yours forsooth, and made excuse. And then would be some stooping, and I choose never stoop. Oh, sir, she smiled, no doubt, whenever I passed her, but who passed without much the same smile. This grew, I gave commands, then all smiles stopped together. There she stands, as if alive. Will it please you rise? Will it meet the company below? Then I repeat the count your master's non-munificence. Is ample warrant that no just patents of mine for dowry will be disallowed, though his fair daughter's self, as avowed at starting, is my object. Nay, will go together down, sir. Not is Neptune, though the taming sea horse thought a rarity which close in brucks cast in bronze for me. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഡ്യൂക്ക് ഓഫ് ഫെറാറ എന്ത് ചെയ്യുന്നു? തൻ്റെ കൊട്ടാരത്തിലെ പെയിൻറ്റിങ്സ് കാണിക്കുകയാണ്. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ഫസ്റ്റ് വൈഫായിട്ടുള്ള ആ ഡച്ചസിൻ്റെ പെയിൻറ്റിങ് കാണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡച്ചസ് പെയിൻറ്റഡ് ഓൺ വാൾ ലുക്കിംഗ് ആസ് ഇഫ് ഷീ വെയർ അലൈവ്. നോക്കൂ, ഇതെൻ്റെ ലാസ്റ്റ് ഡച്ചസാണ്. ഓൺ ദ വാൾ, വാളിലിരിക്കുന്ന ഫോട്ടോയിലുണ്ട്. അവളെ കാണുമ്പോൾ ഇപ്പോഴും ജീവനുള്ള പോലെ നമുക്ക് തോന്നും. ആ പിക്ചർ കാണുമ്പോൾ വളരെ ലൈവ്ലി ആണ് ആ പിക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ കോൾ ദാറ്റ് പീസ് എ വണ്ടർ. നൗ Frappendolf hands worked busily a day, and there she stands. I call that piece a wonder. ഞാൻ ആ ചിത്രം, ആ ഒരു വർക്ക് ഇല്ലെങ്കിൽ ആ ആർട്ട് പീസിനെ ഒരു വണ്ടർഫുൾ ഇല്ലെങ്കിൽ വണ്ടർ, ഒരു വിസ്മയമാണെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതിനെ ഒരു വിസ്മയമാണെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഫ്രപ്പൻഡോൾഫ് എന്നുള്ള പെയിൻറ്ററാണ് അത് വരച്ചിട്ടുള്ളത്. ഹിസ് ഹാൻഡ്സ് വർക്ക്ഡ് ബിസിലി എ ഡേ. ഒരു ദിവസം മൊത്തം ആ ആളുടെ കഷ്ടപ്പാടാണ് നമ്മളത് കാണുന്നത്. ഒരു ദിവസം അത്രയും കഷ്ടപ്പെട്ട് വരച്ചതാണ് ആ ചിത്രം. ആൻഡ് ദർ ഷീ സ്റ്റാൻഡ്സ്, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ദേ അവൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഫ്രാപ്പൻഡോൾഫ് എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ കൈൻഡ് ഓഫ് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഇവിടെ ഈ പോയറ്റല്ല, ഇത് പറയുന്ന ഈ മോണോലോഗ് പറയുന്ന ആ കിങ് ഒരു പൊസസീവ് ക്യാരക്ടറാണ്, വളരെ പൊസസീവാണ്. തൻ്റെ വൈഫ് തന്നെ മാത്രമേ നോക്കാൻ പാടുള്ളൂ, അവളെ തന്നെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ
പെയിൻറ്ററെ പോലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ടാണ് നമ്മളോട് പറയുന്നത്, നമ്മളോട് പറയാണ്. അദ്ദേഹം എത്ര സെൽഫിഷ് ആണെന്ന് നമുക്ക് ഈ ലൈൻസിൽ മനസ്സിലാവും. സോ ഇങ്ങനെ നോക്കി തുടങ്ങാണ്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. Will it please you sit and look at her? I said, Freppendorf by design, for never read strangers like you that pictured countenance. The depth and the passion of its earnest glance, but to myself they turned, since none puts by the curtain I have drawn for you, but I, and seemed as they would ask me if they durst. അപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടിന്യൂസ് വായിച്ചു പോകേണ്ടതായിട്ട് വരും. സോ അടുത്ത വരികളുടെ കാര്യങ്ങൾ പറയാം. ഐ സെഡ്, അതിനു മുമ്പ് പറയാണ്, വിൽ ഇറ്റ് പ്ലീസ് യു സിറ്റ് ആൻഡ് ലുക്ക് അറ്റ് ഹർ. ആരോടാണ് ഇത് സംസാരിക്കുന്നുള്ള പോയിട്ടല്ല, ഈ ഡൂക്ക് പറയാണല്ലോ, ഡ്രാമ പോലെയാണല്ലോ. അപ്പോൾ ആ വന്നിട്ടുള്ള കൗണ്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, പുതിയ തൻ്റെ വൈഫാവാൻ പോകുന്ന അവിടുത്തെ രാജാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, അവിടുത്തെ മീഡിയേറ്ററെന്നോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ വീട്ടിൽ വന്നതുകൊണ്ടാണല്ലോ ഇവർ സംസാരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളോട് പറയാണ്, നിങ്ങളിവിടെ ഇരുന്നിട്ട് ആ ചിത്രം ഒന്ന് നോക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഐ സെഡ്, ഐ മീൻസ് ദ ഡൂക്ക് ഓഫ് ഫെറാറ. സോ ഫ്രപ്പൻഡോൾഫ് ബൈ ഡിസൈൻ ഫോർ നെവർ റീഡ് സ്ട്രേഞ്ചേഴ്സ് ലൈക്ക് യു ദാറ്റ് പിക്ചേർഡ് കൗണ്ടനൻസ്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ പോലും ഫ്രപ്പൻഡോൾഫിൻ്റെ ഈ പെയിൻറ്റിങ് എന്താണ്, ഇൻ ദ ഡെപ്ത് ആൻഡ് ദ പാഷൻ ഓഫ് ഇറ്റ്സ് ഏർണസ്റ്റ് ഗ്ലാൻസ്, ആ ചിത്രത്തിലെ അവളുടെ ആ നോട്ടം കാണുമ്പോൾ നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ പോലും ബട്ട് ടു മൈ സെൽഫ് ദേ ടേൺഡ്, സിൻസ് നൺ പുട്സ് ദ കർട്ടൈൻ ഐ ഹാവ് ഡ്രോൺ ഫോർ യു, ബട്ട് ഐ സീംഡ് ആസ് ദേ വുഡ് ആസ്ക് മീ ഇഫ് ദേ ഡസ്റ്റ്. അതായത് ഈ ലൈൻസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവ് പറയാണ്, എന്താണ്, നിങ്ങൾ ഞാൻ ഈ ചിത്രം എന്ത് ചെയ്തിരിക്കുന്നു, കവർ ചെയ്തിരിക്കുകയാണല്ലേ, ആ പെയിൻറ്റിങ് കവർ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ആ കവർ മാറ്റുകയാണെങ്കിൽ, അതാണ് ആ ബ്രാക്കറ്റിലുള്ളത്, സിൻസ് നൺ പുട്സ് ബൈ ദ കർട്ടൻ ഐ ഹാവ് ഡ്രോൺ ഫോർ യു. നിങ്ങൾക്ക് വലിച്ച പോലെ കർട്ടൻ ഞാൻ മറ്റുള്ളവർക്കും ഇങ്ങനെ തുറന്നിട്ട് ഈ പിക്ചർ കാണിക്കുകയാണെങ്കിൽ എന്താണ്, അവരെന്നോട് ചോദിക്കും, അവരുടെ ആ വിസ്മയമുള്ള എന്താണ് ആ ഡെപ്ത് ഓഫ് പാഷൻ, ആ ഭംഗി നോക്കിയുള്ള അവരുടെ ആ ഒരു സന്തോഷത്തിൽ അവർ ചോദിക്കുകയാണെങ്കിൽ, ഇഫ് ദേ ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. അവർ ധൈര്യപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, എന്താണ് ചോദിക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ സ്ട്രേഞ്ചേഴ്സ് ഈ വീട്ടിൽ വരുമ്പോൾ അവർ ആ ഫോട്ടോ കാണുകയാണെങ്കിൽ, ആ പിക്ചർ കാണുകയാണെങ്കിൽ രാജാവിനോട് ചോദിക്കാൻ പോകുന്ന കാര്യമാണ് ഇനി പറയുന്നത്. ഹൗ സച്ച് എ ഗ്ലാൻസ് കെയിം ദർ, സോ നോട്ട് ദ ഫസ്റ്റ് ആർ യു ടു ടേൺ ആൻഡ് ആസ്ക് ദസ്. ഇവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. നോക്കൂ, ഹൗ സച്ച് എ ഗ്ലാൻസ് കെയിം ദർ, എങ്ങനെയാണ് അത്ര മനോഹരമായ ചിത്രം അവിടെ വന്നത്, ഇല്ലെങ്കിൽ ആ പെയിൻറ്റിങ്ങിലുള്ള ഡ്യൂക്കിൻ്റെ വൈഫായിട്ടുള്ള ഡച്ചസിൻ്റെ ആ കണ്ണിലുള്ള ആ തിളക്കം എങ്ങനെയാണ് ഇങ്ങനെ വന്നത്. അത് ചോദിക്കുന്നത്, ഇപ്പോൾ ധൈര്യപ്പെട്ട ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് നിങ്ങളായിരിക്കില്ല ആദ്യത്തെ ആൾ. അതിൻ്റെ അർത്ഥം നിരവധി പേര് ഈ ഫോട്ടോനെക്കുറിച്ചും അവരുടെ വൈഫിനെക്കുറിച്ചും ആ സുന്ദരിയായ ഭാര്യനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടാവാം. ആർ യു ടു ടേൺ ആൻഡ് ആസ്ക് ദസ്, സർ ഇറ്റ്സ് നോട്ട് ഹർ. Sorry, sir, it was not her husband's present only, called that a spot of joy into Duchess' cheek. എന്നിട്ട് സംശയത്തോടെ പറയാണ് ഡ്യൂക്ക്, ഇത് അവളുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രമല്ല, അതായത് ഈ ഡച്ചസിൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രമല്ല ഈ ഡച്ചസ് ഇത്ര മനോഹരിയായിട്ട് കാണപ്പെടുന്നത്. ദ സ്പോട്ട് ഓഫ് ജോയ്, അവളുടെ മുഖത്തുള്ള ആ കവിളിലൊക്കെയുള്ള ആ തിളക്കം കാണുമ്പോൾ അതൊരു ഹസ്ബൻഡിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രം ഉണ്ടായണമെന്ന് തോന്നുന്നില്ല. സോ ഹിസ് വെരി ജലസ്. ഓക്കെ, ആ വരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹിസ് വെരി ജലസാണ്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. പെർഹാപ്സ് ദ ഫ്രപ്പൻഡോൾഫ് ചാൻസ് ടു സേ her mantle laps over my lady's wrist too much. Oh, pain must never hope to reproduce the faint half-flush that dies along her throat. Such a stuff was courtesy, she thought, and cause enough for calling up the spot of joy. She had her heart, how shall I say, too soon made her glad, too easily impressed. She liked whatever she looked on, and her looks went everywhere. ഇവിടെ നമുക്ക് എന്താണ്, ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഡൂക്ക് ഓഫ് ദ ഡച്ചസിനെ കാണാൻ പറ്റും. ഒപ്പം തന്നെ വളരെ സംശയരോഗിയായിട്ടുള്ള ഡ്യൂക്കിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ മാൻഡിൽ എന്ന് പറഞ്ഞ ഡ്രസ്സ്,
ആ ഡ്രസ്സ് ഇട്ടിട്ട് ആ പെയിൻറ്റിങ് വരക്കുമ്പോൾ അപ്പോൾ ഡച്ചസ് ഇട്ട വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെന്താണ്, വളരെ ടൈറ്റായിട്ടുണ്ട്, ഒപ്പം തന്നെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ ലേഡി അവരുടെ ഇഷ്ടത്തിന് പിടിച്ചായിരിക്കാം, പക്ഷെ അത് ഫ്രപ്പൻഡോൾഫിന് ഒരു എന്താണ് ആ ഭംഗിനെ കുറിച്ചൊരു വർണ്ണന നടത്തുകയാണ് അവിടെ. അപ്പോൾ ഇതുപോലും രാജാവിന് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത വരി നോക്കൂ. She thought and caused enough for calling the spot of joy she had a heart, and how shall I say, to soon made a gland, too easily impressed. She liked whatever she looked on, and her looks went everywhere. അതായത് ഈ ഡച്ചസ് വളരെ സുന്ദരിയാണ്, ഒപ്പം തന്നെ നല്ലൊരു ലോയലാണ്, വെരി കൈൻഡാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരോടും വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു ഈ ഡച്ചസ്. അതൊട്ടും തന്നെ നമ്മുടെ ഡൂക്കിന് ഇഷ്ടമായിരുന്നില്ല. ഡൂക്ക് അതുകൊണ്ട് തന്നെ പറയാണ്, അവൾക്ക് കാണുന്നതൊക്കെ അവൾ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആയിപ്പോവും. അവളൊരു പൂവ് കണ്ടാൽ ഇംപ്രസ്ഡ് ആവും, അവൾ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടാൽ ഇംപ്രസ്ഡ് ആവും. എല്ലാത്തോടും വളരെയധികം പെട്ടെന്ന് ഇംപ്രസ് ആവുകയും അതുകൊണ്ട് തന്നെ അവൾ നോക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവൾ എല്ലായിടത്തും നോക്കുകയും ചെയ്യുമെന്ന് പറയാണ്. അവൾക്ക് കാണുന്നതൊക്കെ ഇഷ്ടപ്പെടും, അതുകൊണ്ട് തന്നെ എല്ലാം അവൾ കണ്ടുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, നല്ലൊരു പുരുഷനെ കണ്ടാൽ നോക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഡച്ചസിൻ്റെ സ്ഥാനത്ത് നിന്ന് പെരുമാറുന്നതിന് ഉദ്ദേശിക്കുന്ന പോലെ അവൾ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ ഒരു മോശം സ്ത്രീയായൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു സാധാരണ സ്ത്രീനെ പോലെ ആയിരിക്കാം അവർ പെരുമാറിയിട്ടുണ്ടാവാം. അടുത്ത വരി നോക്കൂ. Sir, it was all one, my favor at her breast, the dropping of daylight in the west, the bow of cherries, some officious fool broke in the orchard for her, the white mule she rode with around the terrace, and all and each would draw from her alike the approving speech, or blush at least. അതായത് രാവിലെ ആയിക്കഴിഞ്ഞാലൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും, അവൾക്ക് വേണ്ടി ചെറിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ആ ഓർച്ചാർഡിൻ്റെ സൈഡിൽ ഗാർഡനിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവൾ ടെറസിൽ നിന്നും നോക്കി അവർക്ക് ഹായ് കൊടുക്കുകയും അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടായിരുന്നു ആ ഡച്ചസ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഡൂക്കിൻ്റെ അഭിപ്രായത്തിൽ ഷീ ഷുഡ് ബി ലൈക്ക് എ ഡച്ചസ്, ആരോടും സംസാരിക്കാൻ പാടില്ല, ഒതുങ്ങിക്കൂടിയിരിക്കുക, മറ്റുള്ളവരോട് അധികം സ്നേഹം കാണിക്കാണ്ടിരിക്കുക, ഇങ്ങനത്തെ ഒരു ആളെ ആയിരുന്നു ഡൂക്ക് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവളുടെ കയ്യിൽ കാണാൻ പറ്റുന്നില്ല. നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. തന്നെ അനുസരിക്കുന്ന, തന്നോട് ഇഷ്ടം കാണിക്കുന്ന ഒരാളായിരുന്നു ഡൂക്കിന് താല്പര്യം. പക്ഷെ അവൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിരുന്നു. ഇനി അതിൻ്റെ റീസൺസ് ഓരോന്നായിട്ട് പറയുന്നത് കേൾക്കാം. All and each would draw from her like approving speech, or blush at least. She thanked men good, but thanked somehow. I know not how, as if she ranked my gift of a 900 years old name with anybody's gift. ഇവിടെ പറയുന്നത് നോക്കൂ. ഷീ താങ്ക്ഡ് മെൻ, അവൾ ആണുങ്ങളോടും താങ്ക് യു പറയും, ഓക്കെ നല്ല കാര്യം. ബട്ട് താങ്ക്ഡ് സം ഹൗ, അവൾ പിന്നെയും താങ്ക് യു പറയും. ബട്ട് ഐ നോ ഹൗ, ആസ് ഇഫ് ഷീ റാങ്ക്ഡ് മൈ ഗിഫ്റ്റ് ഓഫ് 900 years old നെയിം വിത്ത് എനിബഡീസ് ഗിഫ്റ്റ്. അപ്പോൾ അവൾക്കൊരു ആൾ ചെറുതായിട്ടൊരു ഒരു പൂവ് കൊണ്ടുകൊടുത്താലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താലും, അതും ഈ രാജാവ് കൊടുക്കുന്ന ഡ്യൂക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണ്? ദ റോൾ ഓഫ് ഡച്ചസ് അല്ലേ, ഒരു രാജാവിൻ്റെ ഭാര്യ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടൊരു ലേഡിക്ക് കിട്ടാൻ പറ്റുക. അപ്പോൾ അത് കൊടുത്തതും ആ ഒരു സ്ഥാനവും, അതേപോലെ ഈ പാവപ്പെട്ട വളരെ പുവറായിട്ടുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്ന ഗിഫ്റ്റിനെയും ഇവളെങ്ങനെയാണ് ഈക്വലാക്കാൻ നോക്കുന്നത്. 900 years, 90ഓളം വർഷങ്ങൾ പാരമ്പര്യമായിട്ടാണല്ലോ ഈ ഇത് കിട്ടുക. അപ്പോൾ ആ പൊസിഷനും ഈ നോർമൽ ഗിഫ്റ്റും തമ്മിൽ എങ്ങനെയാണ് ഇവൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക എന്ന് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. As if she ranked my gift of 900 years old name with anybody's gift. ആരൊക്കെയോ സമ്മാനമായിട്ട് ഈ 900 yearsൻ്റെ നെയിം ഡ്യൂക്ക് ഓഫ് ഫെറാറ അല്ലെങ്കിൽ ഡച്ചസ് ഓഫ് ഫെറാറ എന്നുള്ള നെയിമിനെ എങ്ങനെയാണ് അവൾ കമ്പയർ ചെയ്യുന്നതെന്ന് ഇവിടെ ചോദിക്കുകയാണ്. Who would stop to blame this sort of trifling? Even had you skill in speech, which I have not, to make your will quite clear to such an one, and say just this or that is
disgust me. Here you miss, or there exceed the mark. And if she let herself to be lessened so, nor plainly set her wrist wits to yours, forsooth, and made excuse, even then would be some stooping, and I choose never to stoop. സ്റ്റൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് തന്നെയാണ്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ കേട്ടു. അടുത്ത പറയുന്നത് ഹൂ വുഡ് സ്റ്റോപ്പ് ബ്ലേയിങ് ദിസ് സോർട്ട് ഓഫ് ട്രിഫ്ലിങ്. ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ, മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവളെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇതൊക്കെ ഇത്ര സ്റ്റുപ്പിഡ് തിങ്സാണ്. ഇതിനെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആരാണ് ബ്ലെയിം ചെയ്യുക? ഈവൻ ഹാഡ് ദ സ്കിൽ ഇൻ സ്പീച്ച്, ഇത് പറയാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ഇപ്പോൾ ഒരാളെ വഴക്ക് പറയുന്നതിനും ഒരാളോട് ഉപദേശിക്കുന്നതിനും ഒരു സ്കില്ല് വേണം അല്ലേ? ആ സ്കില്ല് ഹാഡ് യു സ്കിൽ ഇൻ സ്പീച്ച് വിച്ച് ഐ ഹാവ് നോട്ട്. ഇപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ, എനിക്കില്ലാത്ത ആ സ്കില്ലുണ്ടെങ്കിൽ, ടു മേക്ക് യുവർ വിൽ ക്വൈറ്റ് ക്ലിയർ ടു സച്ച് ആൻഡ് വൺ ആൻഡ് സേ, എന്താ ഇവിടെ പറയുന്നത്? ഇപ്പോൾ ആ ഒരു കാര്യം കുറച്ച് ക്ലിയർ ആയിട്ട് അവരോട് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ, ആൻഡ് സേ ജസ്റ്റ് ദിസ് ഓർ ദാറ്റ് ഇറ്റ്സ് ഇൻ യു ഡിസ്കസ് മീ. അതായത് ഡച്ചസിലുള്ള പല കാര്യങ്ങളും എന്നെ എന്താ ചെയ്യുന്നുണ്ട്, ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ടെന്ന് ഡ്യൂക്കിന് പറയാൻ വേണ്ടി ആരാ നിന്നു കൊടുക്കുക? അതായത് ഒരാളെ ഉപദേശിക്കുന്ന പോലും വളരെ മോശമായിട്ടാണ് ഈ ഡ്യൂക്ക് കരുതുന്നത്. ഇഫ് ഷീ ലെറ്റ് ഹെർ സെൽഫ് ടു ബി ലെസൻഡ് സോ, നോർ പ്ലെയിൻലി സെറ്റ് ഹെർ വിറ്റ്സ് ടു യോഴ്സ്, ഫോർ സൂത്ത് ആൻഡ് മെയ്ഡ് എക്സ്ക്യൂസ്, even then would be some stooping, and I choose never to stoop. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനത് എന്ത് ചെയ്യാൻ ശ്രമിക്കില്ല, മാറ്റാൻ വേണ്ടി അവളോട് പറയില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. പിന്നെയുള്ള ലൈൻസ് നോക്കൂ. അവളത് സ്വയം മനസ്സിലാക്കിയാലും അവളത് വലിയ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഡച്ചസ് അങ്ങനെ മാറ്റമൊന്നുമില്ല. അത് ചിരിച്ചുകൊണ്ട് അവിടെ വിടുകയുള്ളൂ. ഷീ സ്മൈൽഡ് നോ ഡൗട്ട് whenever I passed her, but who passed without much same smile. This grew, I gave commands. അപ്പോൾ ഇങ്ങനെ എന്താണ്, സ്വയം അവൾ മാറാതിരിക്കുമ്പോൾ I gave commands, അയാൾ അധികാരം കാണിക്കാൻ തുടങ്ങി, ഡൂക്ക് അധികാരം കാണിക്കാൻ തുടങ്ങി. Then all smiles stopped together, there she stands as if alive. അപ്പോൾ പറയാണ്, ദിസ് ഓൾ സ്മൈൽ സ്റ്റോപ്ഡ് ടുഗെദർ. ഈ എല്ലാ ചിരികളും, അവളുടെ എല്ലാ ചിരികളും സന്തോഷങ്ങളും ഒരുമിച്ച് നിന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഷീ ഡൈഡ്, ദ ഡച്ചസ് ഡൈഡ്. ദ ഷീ സ്റ്റാൻഡ്സ് ആസ് ഇഫ് അലൈവ്. അവൾ അവിടെ നിൽക്കുന്നു. അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഉണ്ടായേനെ എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. വിൽ ഇറ്റ് പ്ലീസ് യു റൈസ്, വി വിൽ മീറ്റ് ദ കമ്പനി ബിലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ മരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇനി പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ പറയണം. വിൽ ഇറ്റ് പ്ലീസ് യു റൈസ് എന്നാണ് ആ കൂടെ ഉള്ള ആളോട് പറയാണ്. വി വിൽ മീറ്റ് ദ കമ്പനി ബിലോ. അപ്പോൾ ഇവർ അപ്സ്റ്റെയറിലാണ് ഉള്ളത്. താഴോട്ട് പോയിട്ട് അവിടെ നമ്മുടെ കമ്പനിയൊക്കെ ഉണ്ട്, അവിടെ പോവാം. ഐ റിപ്പീറ്റ്, ദ കൗണ്ട് യുവർ മാസ്റ്റേഴ്സ് നോൺ munificence is ample warrant, just no pretense of mine for dowry will be disallowed. Though his fair daughter's self, I avowed at starting, is my object, and I will go together down, sir, not as Neptune, though the teeming sea host thought the rarity which close in broadcast in bronze for me. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ ആ റെപ്രസെൻറ്റേറ്റീവിന് ഈ രാജാവിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും. അത് പറയാനായിരിക്കാം ഇത് മൊത്തം പറഞ്ഞതും. സോ അത് പറഞ്ഞിട്ട് അവർ താഴെ പോകുന്ന വഴിക്ക് അവിടെ ഒരു പ്രതിമ കാണുകയാണ്. സീ ഹോസിൻ്റെ പ്രതിമയാണ്, നെപ്റ്റ്യൂൺ എന്നുള്ള സീ ഹോസിൻ്റെ പ്രതിമയാണ്. ആ പ്രതിമ നോക്കിയിട്ട് അതിൻ്റെ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. ഓക്കെ, ഇതാണ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള പോയം. ഈ പോയം കുറച്ച് സൈക്കോളജിക്കലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇറ്റാലിയൻ റിനൈസൻസ്, ഇറ്റാലിയൻ നവോത്ഥാന കാലത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ പോയം മൊത്തം ഉള്ളത്. ഇതൊരു രാജാവിൻ്റെ തിങ്കിങ് ആയി മാത്രം കാണരുത്, ആ സൊസൈറ്റീൻ്റെ ഒരു തിങ്കിങ് ആയിട്ട് വേണം നമ്മളിത് വിലയിരുത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നോട്ട്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ.